അപ്പോഴേ ഞാൻ ഇന്ന് പോകുന്നത് ഒരു ഇൻവേർട്ടർ മേടിക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ 2 വർഷത്തിന് മുമ്പേ ഞാൻ ഒരു ഇൻവേർട്ടർ വെച്ചായിരുന്നു വീട്ടിലെ. അപ്പോൾ എപ്പോഴും ഒരു കാറ്റടിച്ചാലോ ഒരു മഴ പെയ്താലോ അന്നേരം കറണ്ട് പോകും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നതിന് കറണ്ട് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കടയിലും. ഒരു കാറ്റടിച്ചാൽ അന്നേരം കറണ്ട് പോകും. പിന്നെ നമുക്ക് കറണ്ട് വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിലേക്ക് ഇൻവേർട്ടർ വെച്ചപ്പോൾ ഒന്ന് വിളിച്ച് പറഞ്ഞേ ഉള്ളൂ, അവർ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് പോകുമായിരുന്നു. കടയൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് ഞാൻ കടയിൽ പോയിട്ട് ഏതാ വേണ്ടതെന്നൊന്ന് നോക്കിയിട്ടേ നമുക്ക് അവിടെ ചെന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് പോയാലോ? വാ, റോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യം അറിയണമെങ്കിൽ അകത്ത് കയറി ചോദിച്ചാലേ അറിയത്തുള്ളൂ കേട്ടോ. വാ. നല്ല വിശേഷം. ഓക്കെ ഓക്കെ. ഞാൻ ആദ്യമായിട്ട് കടയിലോട്ടൊക്കെ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചേട്ടാ നമസ്കാരം. ഇപ്പൊ 2 വർഷത്തിന് മുമ്പ് വീട്ടില് ഇതുപോലെ നിങ്ങൾ തന്നെയാണ് കൊണ്ട് വച്ചത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ സർവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് തേടി വന്നത്. ഇപ്പൊ എനിക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഒരു മഴ പെയ്താൽ ഒരു കാറ്റടിച്ച അന്നേരം കറണ്ട് പോകും. നമുക്കറിയാമല്ലോ ഇവിടുത്തെ അവസ്ഥ അറിയാമല്ലോ. അപ്പൊ നമുക്ക് ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്കും കൂടെ നിങ്ങളുടെ ഇവിടുന്ന് തന്നെ എനിക്ക് ഇൻവെർട്ടർ വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഒറ്റമുറിയാണ് ഷോപ്പ്. അപ്പൊ അതിനാവശ്യമായ ഡീറ്റെയിൽ ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും പറഞ്ഞുതരാം. നമുക്ക് എത്ര ലൈറ്റ് ഫാൻ അതൊക്കെ നമുക്ക് എത്ര ലോഡ് വരുന്നുണ്ട്? നമുക്ക് ഒരു ലൈറ്റും ഒരു ഫാനും ആണ് അകത്ത് വരുന്നത്. പിന്നെ പുറത്തൊരു നെയിം ബോർഡിന്റെ ലൈറ്റ് ഉണ്ട്. ഓക്കെ, അത്രയാണ് വരുന്നത്. പിന്നെ നമുക്ക് മെഷീൻസ് വല്ലതും പാക്കിങ്ങിന് വേണ്ടിയുള്ള ഇല്ല, ചെറിയൊരു മെഷീൻസ്, ഒരു സീലിംഗ് മെഷീൻ ഉണ്ട്. ഓക്കെ, നമുക്ക് 1050 V ഇൻവെർട്ടർ നമുക്ക് മതിയാവും. 1050 V, അത് 1 കിലോ വാട്ട്. അതെ. പിന്നെ നമുക്ക് 150 or 160 AHന്റെ ബാറ്ററി. നമുക്ക് ബാറ്ററിക്ക് വരുന്നത് 60 മാസമാണ് വാറന്റി, അതായത് 5 വർഷം. നമുക്ക് ഇൻവെർട്ടറിന് 3 വർഷമാണ് വാറന്റി വരുന്നത്. അത് രണ്ടും നമുക്ക് ഓൺ സൈറ്റ് വാറന്റി ആയിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന രണ്ടും ലൂമിനസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ചെയ്യുന്നത്. അത് തന്നെ സെയിം തന്നെ. നമ്മൾ വെച്ചേക്കുന്നത് സെയിം തന്നെയായിരുന്നു. 1050, 160 നമ്മൾ വീട്ടിലും വെച്ചേക്കുന്നത്. നമുക്ക് വരുന്നത് 160 AHന് 60 മാസം വാറന്റി ഉള്ളതും പിന്നെ എക്കോവോൾട്ട് നിയോ 1050. ഇതാണല്ലേ? അതെ, ലൂമിനസിന്റെ നമുക്ക് വേറെ മോഡൽസും ഉണ്ട്, അവൈലബിൾ ആണ്. ഉണ്ടല്ലേ? അതെ. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ അതോ വേറെ ഏതെങ്കിലും ഒക്കെ ഓപ്ഷൻ ഉണ്ടോ? അല്ല, നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ചെയ്യുന്നത് സോളാർ ആണ് ചെയ്യുന്നത്. നമുക്ക് ഓൺ ഗ്രിഡ് ചെയ്യാറുണ്ട്. സോളാർ ഉണ്ടല്ലേ? അതെ. നമുക്ക് ഓൺ ഗ്രിഡ് ചെയ്യാറുണ്ട്, ഓഫ് ഗ്രിഡ് ചെയ്യാറുണ്ട്, ഹൈബ്രിഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ CCTV ചെയ്യാറുണ്ട്. ഉണ്ട്. അതെ, നമ്മൾ ചെയ്യാറുണ്ട്. നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നത് സോളാർ ആണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ. ഇത് ഞാൻ ചോദിക്കട്ടെ, സോളാർ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, CCTV ചെയ്യുന്നുണ്ട്. അപ്പോഴേ നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? കേരളത്തിൽ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ലിമിറ്റ് വെച്ചിട്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നമ്മൾ ചെയ്യാറുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ചെയ്യുന്നുണ്ട്. അടിപൊളി. അതെ, നമുക്ക് എല്ലാം ഓൺ സൈറ്റ് ആണ്, വാറന്റി വരുന്നുണ്ട്. നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് തലവേദന ഉണ്ടാവത്തില്ല. എല്ലാം കമ്പനി നോക്കിയുള്ളൂ. ഇപ്പൊ ആഫ്റ്റർ സെയിൽ സർവീസ് ഡയറക്റ്റ് കമ്പനി ത്രൂ ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഓൺ സൈറ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് കറുകച്ചാലിനും മല്ലപ്പള്ളിക്കും ഇടയ്ക്കാണ് നിൽക്കുന്നത്. ഇത്ര അടുത്ത് നിയർ ആണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇവര് തന്നെ പറയുന്നു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ വലിയ ഇതൊന്നും വേണ്ട. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക്, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ അല്ലെ ഒരു വീട്ടുകാർക്ക് ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ ഡീറ്റെയിൽ ആണ് നൽകേണ്ടത്? അല്ലെ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? വല്ല EMI ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ റെഡി കാശ്, എങ്ങനെയൊക്കെയാണ് ഒന്ന് വിശദീകരിച്ച്? നമുക്ക് ഇൻവെർട്ടറുകൾക്ക് ആണെങ്കിൽ ബജാജിന്റെ EMI അവൈലബിൾ ആണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ് EMI ഉണ്ട്. അതുപോലെ സോളാർ ആണെങ്കിൽ നമുക്ക് ബാങ്കുകളിൽ നിന്ന് ലോണുകൾ കിട്ടുന്നുണ്ട്. അത് SBI നമുക്ക് 6.5% മുതൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് സോളാറിന് ലോൺ കിട്ടുന്നുണ്ട്. അത് യാതൊരു ഈടും അതിനകത്ത് കൊടുക്കണ്ടല്ല. ആപ്പിടെ കൊടുക്കുന്ന നമ്മുടെ കറണ്ട് ബില്ല്, ആധാർ കാർഡ്, പാൻ കാർഡ്. കറണ്ട് ബില്ല്, ആധാർ കാർഡ്, പാൻ കാർഡ്, അത് മാത്രം മതി. നമുക്ക് SBI ലോൺ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കൊടുക്കുന്ന നമ്പറിൽ ഡീറ്റെയിൽ പറഞ്ഞു. പിന്നെ നിങ്ങൾ ചെയ്ത വർക്കിന്റെ അടുത്തെങ്ങാനും കാണാൻ വല്ലതും ഉണ്ടോ? അതെ, നമുക്ക് കാണാറുണ്ടല്ലേ? നമുക്ക് കാണിച്ചു തരാം. അതോടെ ഒന്ന് കാണട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. ചേട്ടാ, ഈ സ്പോട്ട് കറക്റ്റ്, ഈ സ്പോട്ട് ഞാൻ പറഞ്ഞപ്പോ മലപ്പള്ളി കറുകച്ചാലിനും ഇടയ്ക്കണം. ഈ സ്പോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ട് ഏതായിരുന്നു? നമുക്കത് കൊച്ചുപറമ്പ് എന്ന് പറയും. കൊച്ചുപറമ്പ്. ഓക്കെ. അല്ല, എല്ലാരും ഇവിടെ വരണമെന്നില്ല. ആ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളല്ലേ അവിടെ പോയി സർവീസ് പറയുന്നു. ഈ കൊച്ചുപറമ്പിൽ മാത്രമുള്ള ബ്രാഞ്ച് അതോ വേറെ എവിടെയെങ്കിലും ബ്രാഞ്ച്? തിരുവല്ല, കുറ്റൂരും ഉണ്ട്. ഉണ്ട്. അപ്പൊ തിരുവല്ലക്കാർക്ക് എളുപ്പമാണ്. മലപ്പള്ളിക്കാർക്ക് മാത്രമല്ല, കറുകച്ചാലുകാർക്ക് മാത്രമല്ല, തിരുവല്ലായാലും ഉണ്ടല്ലേ? ഓക്കെ. അത് തന്നെയല്ല, നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽ എല്ലാം ബാക്കിയെല്ലാം നമ്മുടെ സ്റ്റാഫ് ആയിരിക്കും പോയി ക്ലിയർ ചെയ്ത്. സർവീസ് ഒക്കെ എങ്ങനെയാ? ഞാൻ പറയട്ടെ, എന്റെ വീട്ടിലെ 2 പ്രാവശ്യം സർവീസ്, അതായത് ഒരു ഫീസ് ഇടയ്ക്കൊന്ന് ഡാമേജ് ആയി, എന്തോ ഇടി പെട്ടെന്ന് തന്നെ നിങ്ങൾ വന്ന് സർവീസ് ചെയ്തു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വരുന്ന വഴിക്ക് പറയുകയും ചെയ്തു. അവരുടെ സർവീസ് ഒക്കെ നല്ല സൂപ്പർ സർവീസ്. അതുപോലെ തന്നെ
കുന്നന്താനത്ത് ഒരു വീട്ടില് ഞാൻ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് ചെയ്തു കൊടുത്തു. അവിടെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല സർവീസ് ആയിരുന്നു, എല്ലാം നന്നായിട്ട് പറഞ്ഞു. അപ്പം സർവീസ് നല്ലതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമുക്ക് കടയിലേക്ക് ഉള്ള സാധനങ്ങളൊക്കെ എടുത്തുനിന്ന് നമുക്ക് ഉറപ്പായിട്ടും ഓക്കെ.